ആട് 3, ആട് 1 വന്നു, അത് പരാജയപ്പെട്ടു. ഒരു പരാജയപ്പെട്ട പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് എടുത്തു, ആട് 2. ആട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട് 1 പോലെയല്ല, കുറച്ചും കൂടിയൊക്കെ ഒരു കോമഡി ഉണ്ടായിരുന്നു. ആട് 3 വന്നപ്പോൾ 1നേക്കാളും മോശമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പം നമ്മൾ ആട് 3 കണ്ടത്. എന്തുട്ടത് സിനിമയാണോ എന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഈ ധർമ്മജനൊക്കെ എന്താ ഈ കാട്ടിക്കൂട്ടുന്നത്? അവനൊക്കെ പ്രായം കഴിഞ്ഞു, അവനൊന്നും കോമഡി ചെയ്ത് ആരും ഏൽക്കില്ല. വൃത്തികെട്ടവൻ, അവനൊക്കെ സിനിമയിൽ പെൻഷൻ കൊടുത്ത് വിടേണ്ട കാലമായി. അതുപോലെ തന്നെ ജയസൂര്യ ആട് 1ലും 2ലും കാണിച്ച ഒരു ചൊറുക്കോ അതിൻ്റെ ഉള്ള ഒരു ആവേശമോ അല്ലെങ്കിൽ ഒരു കോമഡി കുറേ റോളുകളൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അതൊന്നും വർക്കാവുന്നില്ല. അതിൻ്റെ വലിയൊരു പോരായ്മയുണ്ട്. എന്തുകൊണ്ട് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ മണ്ടന്മാർ കൂടിയിട്ടുള്ള ഒരു ബാല ട്രൂപ്പ്, അത് കൊണ്ടുപോയി കിടന്ന് കളിച്ച് അങ്കക്കെട്ടണം കളിക്കുന്ന അങ്കാണ് ഈ കാണിക്കുന്നത്. എല്ലാം ഫോട്ടോസ്റ്റാറ്റാണ്, 1ൻ്റെ 2ന് ഫോട്ടോസ്റ്റാറ്റ് ഇതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ധർമ്മജൻ്റെ പോലെ തന്നെ പെൻഷൻ പറ്റി വീട്ടിലേക്ക് വിടേണ്ട ഒരു നടനാണ് സണ്ണി വേല്. അവനും അഭിനയിക്കാൻ അറിയില്ല, അതേപോലെയുള്ളൊരു ഇതൊക്കെ കാട്ടി കൂടുന്നത്. അതുപോലെ തന്നെ ഈ ജയസൂര്യയുടെ 4 വർഷമായിട്ട് നമ്മൾ കാണുന്ന ഒരു സിനിമയാണ്. ഇപ്പം 3 വർഷം ജയസൂര്യ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കത്തനാരെന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു. അതുകൊണ്ട് ഇത്രയധികം പടങ്ങൾ ഉപേക്ഷിച്ചു. അതോടുകൂടിയിട്ട് ജയസൂര്യക്ക് വയസ്സുമായി, ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ നടക്കണ കാരണമാകുന്നുണ്ട്. ജയസൂര്യക്ക് പണ്ടത്തെ ഒരു ഉഷറും ഉന്മേഷവും ഒന്നും കാണാനില്ലെന്നേ. നമ്മൾ വെറുതെ തിയേറ്ററിൽ വന്നിരുന്നിട്ട് കാണുക. ഇതുപോലെ ഇവർ കോമഡിന് നമ്മൾ വന്ന് ചിരിച്ച് ചാവും എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ പ്രൊമോഷൻ നടക്കുന്നത്. ചിരിച്ച് ചാവും എവിടെയാണ്? ചില ആൾക്കാരുണ്ട് മരിച്ചോടത്ത് പോയി കഴിഞ്ഞാൽ ചിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഈ സിനിമയ്ക്ക് നമുക്ക് ചിരിക്കുന്ന ആൾക്കാരുണ്ട്, എന്ത് കണ്ടാലും ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരാൾ മരിച്ചാലും ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പോലെയുള്ള കുറച്ച് കൂതറകളുണ്ട്, അവർ വന്നിരുന്ന് ചിരിക്കുന്നുണ്ട്. നമുക്കൊന്നും ചിരി വരുന്നില്ല. 1-2 സീനിലൊക്കെ ചിരി വന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കുറച്ച് 2-3 സീനിലൊക്കെ ചിരി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും വർക്കായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശം. ഇതൊരു സിനിമയാണോ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നും മനസ്സിലാവാത്ത ഒരു സിനിമ, എന്തൊക്കെയോ ഇവർ കാട്ടി കൂട്ടുന്നു. ഇന്ദ്രൻസിൻ്റെ കുറച്ച് ഫാഷൻ പരേഡ് കുഴപ്പമില്ലാന്ന് തോന്നി, അത് അവിടെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ എൻ്റെ പ്രൊഡ്യൂസർ നന്നായി അഭിനയിച്ചു. വിജയബാബു കുഴപ്പമില്ലാത്തൊരു റോൾ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിനും ഈ ഇന്ദ്രൻസിനും നമുക്ക് മാത്രം അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നൊരു അഭിപ്രായം പറയാനുള്ളൂ. അല്ലാണ്ട് ഈ സിനിമ ഒരു കട്ട അപരാധമാണ്. കട്ട അപരാധം മാത്രമല്ല, ഇങ്ങനെ ഒരു സിനിമ നമ്മൾക്ക് കാണേണ്ട വന്നല്ലോ, കോമഡി സിനിമ എന്ന് പറഞ്ഞിട്ട് കാണേണ്ട വന്നല്ലോ എന്നുള്ള ഒരു വിഷമം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ 150 രൂപയും കൊടുത്ത് എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ ഈ സിനിമ കാണാൻ പോകരുത്. ഈ സിനിമ കാണുന്ന കാശുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഒരു 4 താറാമുട്ട മേടിച്ച് അത് പുഴുങ്ങി നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രോട്ടീൻ കിട്ടും. അത്രയും പോലും ഈ സിനിമയിൽ ഒരു ചുക്കും ചുണ്ണാമ്പും തേങ്ങയുമില്ല. ചിരിക്കാനുമില്ല, കരയാനുമില്ല, ആലോചിക്കാനുമില്ല. സിനിമ തൊട്ടായതാണ് ഒരു ഐറ്റം ഡാൻസ്. എന്തിട്ട് പണ്ടാറാണ് ഒരു കിളി പോയ ഒരു ഐറ്റം ഡാൻസ്. എന്തിട്ടത് ഇതൊക്കെയാണ് സിനിമ? ഇതൊക്കെ സിനിമയാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് കിടന്ന് ആൾക്കാർ കിടന്ന് തള്ളു കേട്ട് കഴിഞ്ഞാലോ. ഇതൊക്കെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ് ഈ തള്ളണ് കേട്ടോ. ഗംഭീരമാണോ മറ്റാന്ന് പറഞ്ഞിട്ട് കൊക്ക് കിടന്ന് തള്ളുണ്ടായിരുന്നു. കൊക്കിന് ഗംഭീര എക്സ്പീരിയൻസ് ആണ് ഈ ചിത്രം എന്നുള്ളത്. അതിലെന്തോ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കൊക്കനെ കുറിച്ചിട്ട്. കൊക്കൻ്റെ റിവ്യൂകൾ ഇപ്പോൾ വരുന്നത് വളരെയധികം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവൻ എന്തൊക്കെയോ ഇതുപോലെയുള്ള കൂതറ പടങ്ങളെ, കട്ട അപരാധം പോലെയുള്ള പടങ്ങളെയൊക്കെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. നല്ല സിനിമേനെ മൂപ്പര് പൊടിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്തൊക്കെയോ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പര് പറഞ്ഞതും ഈ സിനിമയും പോയി ഞാൻ പറഞ്ഞതും നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇതുപോലൊരു കട്ട അപരാധം പോലുള്ളൊരു സിനിമ ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഇതൊരു ഒരു കുറേ ആൾക്കാർ താടിയും വീശിയും വെച്ച് കുറേ ആൾക്കാർ എന്തൊക്കെയോ ഒരു ഫാഷൻ പരേഡ് നടത്തുന്ന ഒരു അതിനപ്പുറം ഈ സിനിമയിൽ ഒരു ചുക്കും ചുണ്ണാമ്പും മണ്ണാങ്കട്ടിയും തേങ്ങയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റിവ്യൂ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം.